അപ്പോൾ ഇതാണ് മക്കളെ ZK-TB21 എന്ന് പറഞ്ഞ 2.1 ചാനൽ വരുന്ന ഒരു ആംപ്ലിഫയർ ബോർഡ്. ഈ ഒരു ബോർഡ് അസംബിൾ ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും നമുക്ക് ലളിതമായിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ അസംബിളിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലായാലും ശരി, നിങ്ങളുടെ വാഹനങ്ങളിലായാലും ശരി, നല്ലൊരു ഔട്ട് തരുന്ന ഒരു ആംപ്ലിഫയർ ബോർഡാണിത്. 100 വാട്ട്സിൻ്റെ ഒരു സബ് വൂഫറും അതുകൊണ്ട് 50 വാട്ട്സിൻ്റെ വെച്ച് 2 സ്പീക്കറും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ ബോർഡാണിത്. ഇപ്പോൾ ഞാൻ ഇത് കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഔട്ടാണ് നമുക്ക് തരുന്നത്. വീട്ടിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ഇടിച്ച് പൊളിച്ച് നമുക്ക് പാട്ടൊക്കെ കേൾക്കാൻ പറ്റും. അമ്മാതിരി ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ അസംബ്ലിംഗ് വീഡിയോയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് JLC CNC എന്ന് പറയുന്ന മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. ഇവർ മെയിനായിട്ട് ചെയ്യുന്ന നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യാന്നുള്ള പ്രൊജക്റ്റിന് ആവശ്യമായ PCB ബോർഡ്, അതുകൊണ്ട് തന്നെ 3D പ്രിന്റിംഗ് രൂപങ്ങൾ. നിങ്ങൾ മിഷനറി ഒക്കെ വെച്ചുള്ള പ്രൊജക്റ്റാണ് ചെയ്യുന്നതെങ്കിൽ ആ മിഷനറിക്ക് ആവശ്യമായ കമ്പോണൻസ് നമ്മുടെ ഈ ഒരു സൈറ്റിൽ കൂടെ ലഭിക്കും. അത് മാത്രമല്ല നിങ്ങളൊരു പുതിയ ഒരു ബിൽഡാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് നിങ്ങളൊരു പുതിയ പ്രൊജക്റ്റാണ് ചെയ്യുന്നതെങ്കിൽ ആ പ്രൊജക്റ്റിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും, അതായത് PCB ബിൽഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 3D പ്രിന്റിംഗ് രൂപങ്ങൾ നമ്മുടെ ഇഷ്ടത്തിന് ബിൽഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ മെറ്റലിലും എല്ലാം നമുക്കിത് 3D പ്രിന്റ് ആയിട്ട് നമുക്ക് എടുക്കാനും പറ്റും. കൂടാതെ ഈ സൈറ്റിൽ നമുക്ക് $1 തൊട്ട് സാധനങ്ങൾ മേടിക്കാനും പറ്റും. അത് 3 ദിവസത്തിനുള്ളിൽ ഷിപ്പും ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സൈറ്റിൽ നിങ്ങളൊരു പുതിയ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു $125 ഗിഫ്റ്റ് കൂപ്പണോടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ സൈറ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതുപോലെ ഒരു ബോക്സിലാണ് ഈ ആംപ്ലിഫയർ ബോർഡ് വരുന്നത്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത് 2 പ്ലേറ്റ് ആണ്, ഇതിൻ്റെ ബോഡി പാർട്ടാണ് ഇത് രണ്ടും. പിന്നെ നമ്മൾ വോളിയം കൺട്രോളൊക്കെ ചെയ്യുന്ന കുറച്ച് നോബും പിന്നെ 2 പിന്നും കിടപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കൂടെ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവറും തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ഐറ്റം. ഇതാണ് മോനെ ഞാൻ പറഞ്ഞ ആംപ്ലിഫയർ. ഇതിൻ്റെ പുറകിൽ ZK-TB21 ബാഡ്ജൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അസംബിൾ ചെയ്യാം. ഇതിൻ്റെ ഒപ്പം ഗോൾഡൻ കളറുള്ള 448 ചെറുതും വലുതായ സ്ക്രൂ കിട്ടുന്നുണ്ട്. ഇതിനകത്ത് ഒരു ചെറിയ സ്ക്രൂ നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ബോർഡിൻ്റെ ഒരു ഹോളിലൂടെ കയറ്റി കൊടുക്കുക, അടിഭാഗത്ത് തന്നെ. എന്നിട്ട് ഈ ഒരു വലിയ സ്ക്രൂ എടുക്കുക, എന്നിട്ട് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ കൈവച്ച് ടൈറ്റ് ചെയ്താൽ മതി. കണ്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ 4 ഹോളിലും ഇത് കണക്ട് ചെയ്യുക. അങ്ങനെ 4 സ്ക്രൂ ഹോൾഡറും ഞാൻ ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതാണ് എൻ്റെ മണ്ടവശം. ഈ മണ്ടവശത്തോട്ട് വേണം ഈ 4 വലിയ സ്ക്രൂ ഇരിക്കേണ്ടത്. ഇനി ഇതിൻ്റെ കൂടെ 2 ബോഡി കവറും നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മുകളിലത്തെ കവർ, ഈ ഒരു C ടൈപ്പ് വെട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു C ടൈപ്പ് വെട്ട് പുറകിലോട്ടിരിക്കുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഒപ്പം കിട്ടുന്ന സ്ക്രൂ വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്യാം. ഈ ടൈറ്റ് ചെയ്തേക്കുന്നത് നമ്മളിപ്പോൾ വെച്ചേക്കുന്ന ഈ കാലിലോട്ടാണ്. കണ്ടില്ലേ? അങ്ങനെ ഈ 4 കാലിലും നമുക്കിത് ടൈറ്റ് ചെയ്തെടുക്കാം. നമ്മളങ്ങ് ഓവറായിട്ട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു മീഡിയം ടൈറ്റ് മതി. അങ്ങനെ മുകളിലത്തെ 4 സ്ക്രൂ ഞാൻ ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ്, ഇനി ബാക്കി വെക്കേണ്ട പ്ലേറ്റ് ഇതാണ്. ഒരു സ്ക്വയർ ടൈപ്പ് പ്ലേറ്റ് ആണ്. ഈ പ്ലേറ്റ് ആണ് ഇങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത്. വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഈ സ്ക്രൂ എല്ലാം കറക്റ്റായിട്ട് വരുന്ന കാണാൻ പറ്റും. ഇതിൻ്റെ പൊസിഷൻ കണ്ട് ഇങ്ങനെയാണ്. അങ്ങനെ ബാക്കിലത്തെ 4 സ്ക്രൂ ഞാൻ ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു 4 വാഷറും 4 ബോൾട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് 5 നോബുണ്ട്. ഓൾറെഡി ഓർമ്മ ഇതിനകത്ത് ഇവർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയോടെ കണക്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം വാഷർ ഇടുന്നു, അതിൻ്റെ പുറകെ നമ്മൾ ഈ ഒരു നട്ടിട്ട് ടൈറ്റ് ചെയ്യുന്നു. ജസ്റ്റ് നമ്മളൊന്ന് ഒരു പ്ലെയറും എല്ലാം വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ബാക്കി എല്ലാത്തിലും ചെയ്യണം. അങ്ങനെ നമ്മളതെല്ലാം ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നോബുകളെല്ലാം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ നോബുകളെല്ലാം നമ്മൾ 0യിൽ കൊണ്ടുവെക്കുക എന്നുള്ളത്. എല്ലാം കണ്ട് ഇങ്ങോട്ട് തിരിച്ച് വെക്കുക. കണ്ടില്ലേ? മൊത്തം ഇങ്ങോട്ട് തിരിച്ച് വെക്കുക. ഇതിന് പവർ ഓൺ ഓഫും സ്വിച്ച് കൂടാണ് ഇത്. കണ്ടില്ലേ? ജസ്റ്റ് സ്വിച്ച് ഓൺ ഓഫ്. എല്ലാം ഇങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് നമുക്ക് ഓരോ നോബ് ഇട്ട് കൊടുക്കാം. നോബ് ഇട്ട് കൊടുക്കുമ്പോൾ നോബിന് ഒരു ചെറിയ വെട്ടുണ്ട്. ആ വെട്ട് മുകളിൽ വരുന്ന രീതി വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട്. കറക്റ്റ് മേളിൽ വരുന്ന രീതിയിൽ എന്നിട്ട് ഒരു പ്രസ് ചെയ്താൽ മതി. അങ്ങനെ ഓരോന്നും നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നോബ് ഫിറ്റ് ചെയ്യുന്ന നേരത്ത് ഇതിന് സ്വിച്ച് ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ശകലം ഇങ്ങോട്ട് ചരിച്ച് വെച്ചാണ് ഫിറ്റ് ചെയ്യുന്നത്. അതാകുമ്പോൾ ഓൺ ആക്കുമ്പോൾ ഇത് നേരെ ആയിക്കോളും. കണ്ടില്ലേ? ഓൺ ആകുമ്പോൾ പിന്നെ ഇത് ബാക്കി വോളിയം. അങ്ങനെ ആ നോബ് ഞാനെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും സിമ്പിളായിട്ട് ഈ ഒരു ആംപ്ലിഫയർ ബോർഡ് അസംബിൾ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കറക്റ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് മാത്രം കൊടുത്താൽ മതി. ഇത് സബിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ആണ് ഈ 2 എണ്ണം. അതുകൊണ്ട് തൊട്ടിപ്പുറത്ത് വരുന്ന സ്പീക്കറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് റൈറ്റ് സൈഡിലോട്ടുള്ള, ഇത് ലെഫ്റ്റ് സൈഡിലോട്ടുള്ള സ്പീക്കറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും. പിന്നെ ഇത് AUX പിന്നെ ഇത് USB പോർട്ടൽ. അതുകൊണ്ട് തന്നെ ഇവിടാണ് 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നത്. 12 വോൾട്ട് മുതൽ 24 വോൾട്ട് വരെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. അതായത് ബസ്സിലൊക്കെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ 24 വോൾട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ 24 വോൾട്ടിൽ ഇത് വർക്ക് ചെയ്യും. പിന്നെ ഇതിൻ്റെ കൺട്രോളിംഗ് സെക്ഷനിലോട്ട് നോക്കാമെങ്കിൽ ഇതിന് സബ് വൂഫറിന് സെപ്പറേറ്റ് വോളിയവും ഫ്രീക്വൻസിയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നോർമൽ ഇത് യൂസ് ചെയ്യുമ്പോൾ ബാസ്, ട്രബിൾ, ഇത് പിന്നെ വോളിയത്തിനകത്ത് തന്നെ ഈ ഓണോ സ്വിച്ച് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഔട്ട് നിങ്ങളെ കേൾപ്പിക്കാനായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സബും അതുകൊണ്ട് ചെറിയൊരു സ്പീക്കർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഒറ്റ സ്പീക്കറേ ഉള്ളൂ, അതുകൊണ്ട് ഒറ്റ സ്പീക്കർ കണക്ട് ചെയ്യുന്നത്. അത് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഏതിലോ ഒന്നത്തെ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് കണക്ട് ചെയ്യാം. വളരെ സിമ്പിളാണ് ഇതിൻ്റെ കണക്ഷൻ. ഞാൻ ആദ്യം കണക്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സബ്ബാണ്. സബ് കണക്ട് ചെയ്യാൻ വേണ്ടി സബിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ലെഗുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്രൂ നമുക്ക് ആദ്യം ലൂസ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട്. എന്നിട്ട് നമുക്ക് സബിൻ്റെ പോസിറ്റീവ് വയർ ആദ്യം കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തിട്ട് സ്ക്രൂ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തത് സബിൻ്റെ നെഗറ്റീവ് വയർ അതുകൊണ്ട് തന്നെ വെക്കുക, ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓവർ ടൈറ്റ് ആവരുത്, ത്രെഡ് വെട്ടിപ്പോവും. ഇനി അടുത്ത് നമുക്ക് സ്പീക്കറിൻ്റെ വയർ കണക്ട് ചെയ്യാം. അവിടെ ലെഫ്റ്റും റൈറ്റും കണക്ട് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിലാണ് കണക്ട് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിലെ പോസിറ്റീവിലോട്ട് നമുക്ക് സ്പീക്കറിൻ്റെ പോസിറ്റീവ് ലൈൻ കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നെഗറ്റീവിലോട്ട് അതിൻ്റെ നെഗറ്റീവ് ലൈൻ കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇത്രയും കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പവറായിട്ട് 12 മുതൽ 24 വോൾട്ട് വരെ സപ്പോർട്ട് ചെയ്യും. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 12 വോൾട്ട് 5 ആംപിയറിൻ്റെ ഒരു അഡാപ്റ്ററാണ്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് പിൻ കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു അഡാപ്റ്റർ പ്ലഗ് ഇൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പുറകിലോട്ട് ഈ അഡാപ്റ്റർ കുത്തി കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇത് ഓൺ ചെയ്യാം. ഓക്കെ, ഓൺ ആകുമ്പോൾ തന്നെ ഇവിടെ ഒരു ബ്ലൂ ഇൻഡിക്കേറ്റർ കത്തുന്ന കാണാൻ പറ്റും. അത് ബ്ലൂടൂത്ത് പെയർ ചെയ്യാനുള്ള ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം. അതുമായിട്ട് ഓൺ ചെയ്യുന്നു. BT-APP എന്നുള്ളതാണ് ഇതിൻ്റെ കണക്ഷൻ. നമുക്കിത് കണക്ട് ചെയ്യാം. ജസ്റ്റ് പെയറിങ് കൊടുക്കുന്നു. പെയർ. ഓക്കെ, അത് പെയർ ആയിട്ടുണ്ട്. പെയർ ആയി കഴിഞ്ഞപ്പോൾ LED ബ്ലിങ്ക് ചെയ്ത് നിന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഞാൻ ഒരു നോൺ കോപ്പറേറ്റീവ് മ്യൂസിക് പ്ലേ ചെയ്യാൻ പോവാണ്. പ്ലേ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ വോളിയം കുറവാണ് അത് കേൾക്കാത്തത്. വോളിയം കൂട്ടാം. ഒരു മീഡിയം ലെവലിലാണ് വോളിയം വെച്ചേക്കുന്നത്. സ്പീക്കറിൻ്റെ തന്നെ ബാസ് ട്രബിള് ഇപ്പോഴും സബ്വൂഫറിലോട്ട് കൊടുത്തിട്ടില്ല. ഈ സബ്വൂഫറിൻ്റെ വോളിയം കൊടുക്കാം. ഞാനിപ്പോഴും വോളിയം കുറച്ചാണ് ഇട്ടേക്കുന്നത്. വോളിയം ഇനി കൂട്ടാൻ പറ്റും. അപ്പോൾ ഞാൻ യൂസ് ചെയ്തേക്കുന്ന 2 വാട്ട്സ് കുറഞ്ഞ സ്പീക്കറും വാട്ട്സ് കുറഞ്ഞ സബ്വൂഫറുമാണ്. എൻ്റെ കയ്യിൽ അതേ ഉള്ളായിരുന്നു. അപ്പോൾ ഇതിനകത്ത് 100 വാട്ട്സ് വരെയുള്ള സബ്വൂഫർ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ 50 വാട്ട്സിന് 2 സ്പീക്കറും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ എത്രയും വാട്ട്സ് കൂടിയ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു ഔട്ട് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഒറ്റ സ്പീക്കറെ വെച്ചിട്ടുള്ള ലെഫ്റ്റ് ചാനൽ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. റൈറ്റ് ചാനലിലും കൊടുക്കാറുണ്ട്. എൻ്റെ സ്പീക്കർ ഇല്ലാത്തതുകൊണ്ടാണ് റൈറ്റ് ചാനൽ കൊടുക്കാത്തത്. അപ്പോൾ റൈറ്റ് ചാനലിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഔട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടുകളിൽ മാത്രമല്ല നമ്മുടെ വണ്ടിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. വണ്ടിയിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഔട്ട് നമുക്ക് കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 100 വാട്ട്സിൻ്റെ സബ്വൂഫർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 50 വാട്ട്സിൻ്റെ സ്പീക്കർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ നമുക്ക് എക്സ്ട്രാ സ്പീക്കർ നമുക്ക് വെളിയിൽ എടുക്കാനും ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആംപ്ലിഫയർ ബോർഡ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തേക്കാം. വാട്സ്ആപ്പ് നമ്പറിൽ കയറി എൻക്വയറി നടത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ്, ഡീറ്റെയിൽസ്, ബാക്കി കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മതി. അതിനകത്ത് നമ്മൾ പ്രൈസും ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി കോപ്പറേറ്റുള്ള മ്യൂസിക് ഒന്നും പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു ഷോർട്സ് ആയിട്ട് ആഡ് ചെയ്യും. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് അല്ലാത്തുള്ള സാധാ മ്യൂസിക് ഇട്ടിട്ട് ഞാൻ ഇതിൻ്റെ ഔട്ടൊക്കെ എടുത്ത് വീഡിയോ ഇട്ടേക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ റിപ്ലൈ തരാം. അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.